നിങ്ങളുടെ ചായക്ക് 5 രൂപ കൂടി, പൊറോട്ടയ്ക്ക് 10 രൂപ കൂടി. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടുപയോഗത്തിനുള്ള പാചകവാതകത്തെ കുറിച്ചല്ല, പകരം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന 19 കിലോയുടെ നീല സിലിണ്ടറായ കൊമേഴ്സ്യൽ LPG യെ കുറിച്ചാണ്. 993 രൂപ. വെറും 100 200 അല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് ഈ സിലിണ്ടറിന് കൂടിയിരിക്കുന്നത് 993 രൂപയാണ്. ദില്ലിയിൽ ഇതിന്റെ വില 3071 രൂപ കടന്നു. മുംബൈയിൽ 3046 രൂപയായി. കൊൽക്കത്തയിലൊക്കെ ഇത് 3300 മുകളിലാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കും, ഇതിലൊക്കെ എനിക്കെന്താ, എൻ്റെ വീട്ടിലെ സിലിണ്ടറിന് വില കൂടിയിട്ടില്ലല്ലോ എന്ന്. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഈ 1000 രൂപയുടെ വർധനവ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇതൊരു ഹിഡൻ ടാക്സ് ആണ്. ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കാം. ക്രൂഡ് ഓയിൽ വില ആകാശത്താണെന്ന് പറയാം. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $111 കടന്നിരിക്കുന്നു. US ഇറാൻ സംഘർഷം കാരണം സപ്ലൈ മൊത്തം അവതാളത്തിലാണ്. ലോകത്തെ മൊത്തം ഓയിൽ സപ്ലൈയുടെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ആഘാതം ഇന്ത്യയിലെ ഓയിൽ കമ്പനികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് സിലിണ്ടറിന്റെ വില 922 രൂപയിൽ മാറ്റമില്ലാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പക്ഷേ കൊമേഴ്ഷ്യൽ സിലിണ്ടറിന്റെ വില കുത്തനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോട്ടലുകാരൻ, ബേക്കറി നടത്തുന്ന ആൾ, ചെറിയ കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നവർ, ഇവരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് ഈ അധിക ഭാരം താങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായും അവർ ആ തുക നമ്മുടെ ഭക്ഷണത്തിന്മേൽ ഇടും. നിങ്ങൾ കഴിക്കുന്ന ഊണിനും സ്നാക്സിനും വില കൂടുന്നത് അങ്ങനെയാണ്. സിലിണ്ടർ വീട്ടിലില്ലെങ്കിലും പണം പോകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം, രൂപയുടെ മൂല്യം. ചരിത്രത്തിൽ ആദ്യമായി $1 ഏകദേശം 95 രൂപയ്ക്ക് മുകളിലായിരിക്കുന്നു നമ്മുടെ രൂപ. ഇതൊരു വലിയ നമ്പറാണ്. രൂപ ഇടിയുമ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്കും ഗ്യാസിനും കൂടുതൽ പണം നൽകേണ്ടി വരും. ഓയിൽ കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. പെട്രോൾ, ഡീസൽ വില മാറ്റമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഗവൺമെന്റ് ഡൊമസ്റ്റിക് ഗ്യാസ് വില മാറ്റമില്ലാതെ വെച്ചിരിക്കുന്നത് ഒരുതരം ഷീൽഡ് പോലെയാണ്. പക്ഷേ പുറം ലോകത്തെ സാമ്പത്തിക കാറ്റ് അത്ര സുഖകരമല്ല. ക്രൂഡ് ഓയിൽ വില $120 നീങ്ങുകയാണ്. രൂപ ഇനിയും ഇടിയാനും സാധ്യതയുണ്ട്. ഇതിനർത്ഥം വരും മാസങ്ങളിൽ നമ്മുടെ അടുക്കളയിലെ സിലിണ്ടറിനും പെട്രോളിനുമൊക്കെ വില കൂടുമെന്നതിന്റെ ആദ്യ സൂചനയാണിത്. ഈ കൊമേഴ്ഷ്യൽ ഹൈക്ക് എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പായി നമ്മൾ എടുക്കണം. നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങളുടെ ഡൊമസ്റ്റിക് ബഡ്ജറ്റിൽ മാറ്റമില്ലെന്ന് കരുതി റിലാക്സ് ചെയ്യരുത്. പുറത്തു നിന്നുള്ള ഭക്ഷണത്തിനും മറ്റ് സർവീസുകൾക്കും വരുന്ന അധിക ചിലവ് ശ്രദ്ധിച്ചു തുടങ്ങണം. ഒരു ചെറിയ നമ്പറിലെ മാറ്റം എങ്ങനെയാണ് ഒരു വലിയ സിസ്റ്റത്തെ ബാധിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത്. ഇതൊരു ചെറിയ കാര്യമല്ല. ആഗോള വിപണിയിലെ ഓരോ ചലനവും നിങ്ങളുടെ ചായക്കൊപ്പയിലെ വിലയെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് വെറുമൊരു ചായയുടെ വില മാത്രമല്ല, ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ചെറിയ ഭാഗം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കൂ. വില കൂടുന്നതിനെ കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ അത് എന്തുകൊണ്ട് കൂടുന്നു എന്ന് മനസ്സിലാക്കുന്നത് സാമ്പത്തികമായി പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും.